നമസ്കാരം. ഭീകരാക്രമണത്തിന് പശ്ചാത്തലത്തിൽ പൂഞ്ചിൽ സൈന്യം നടത്തുന്ന നിരീക്ഷണം വളരെ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്വരയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കെതിരെ ആക്രമണം നടത്താനും അവരുടെ ഗുഹാ സങ്കേതങ്ങളൊക്കെ തകർക്കാനും കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ പ്രാദേശിക കമാൻഡറുകൾക്ക് നിർദ്ദേശം നൽകിയതായി കൂടി സൈന്യവുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. ദേര കി ഗലി, ബഫ്ലിയാസ് വനമേഖലകളിൽ വ്യോമ നിരീക്ഷണം എല്ലാ ദിവസവും നടക്കുന്നുമുണ്ട്. പൂഞ്ച് രജൌരി മേഖലയിൽ ഭീകരാക്രമണം തടയുന്നതിന്റെ ഭാഗമായി കൂടുതൽ സൈനികരെ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും സൈനികരുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സുപ്രധാന തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്തെ ഇന്റർനെറ്റ് സൗകര്യം ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. അതേസമയം തന്നെ 3 യുവാക്കൾ മരിച്ച ഒരു സംഭവം, ആ സംഭവത്തിൽ നിലവിൽ സൈനികർ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. സൈനികരുടെ മർദ്ദനത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു മരണം ഉണ്ടായത് എന്ന ആരോപണം ആ മേഖലയിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേന ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ചോദ്യം ചെയ്യുന്നതിനായി സൈന്യം കസ്റ്റഡിയിലെടുത്തവരാണ് പിന്നീട് കൊല്ലപ്പെട്ടത് എന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ബ്രിഗേഡിയർ റാങ്കിലെ ഉദ്യോഗസ്ഥനെ അടക്കം 3 പേരെ ഈ ചുമതലയിൽ നിന്നും മാറ്റിയതായി ദി ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള യാതൊരു സ്ഥിരീകരണവും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇതുവരേക്കും വന്നിട്ടില്ല. എന്തായാലും ഈ 3 യുവാക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം മേഖലയിൽ അഴിച്ചുവിട്ടിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് പൂഞ്ചിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ വിച്ഛേദിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ സൈന്യം പൂഞ്ചിലേക്ക് എത്തുന്നതിനൊപ്പം തന്നെ അവിടെ വലിയ ഒരു പ്രതിസന്ധി കൂടി അവർക്കുണ്ട്. കാരണം നിലവിൽ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സൈന്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പിഴവല്ല എന്ന് തെളിയിക്കേണ്ടത് സൈന്യത്തിന്റെ ബാധ്യത കൂടിയാണ്. അതുകൊണ്ടാണ് ഈ 3 ഉദ്യോഗസ്ഥരെ നിലവിൽ ചുമതലയിൽ നിന്നും മാറ്റിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.